സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കോഴിക്കോട് 3 മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിയായ 82-കാരിയുമാണ് മരിച്ചത്. ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ ആൺകുഞ്ഞാണ് മരിച്ചത്. മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി റംലയും രോഗം ബാധിച്ച് മരിച്ചു. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, രാവിലെ തന്നെ അത്ര നല്ല വാർത്തയല്ല പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഈ കുട്ടി കുറെ നാളുകളായി ചികിത്സയിലായിരുന്നോ? അമൃത, കഴിഞ്ഞ ഏതാണ്ട് 28 ദിവസമായി ചികിത്സയിലായിരുന്നു ഈ കുഞ്ഞുണ്ടായിരുന്നത്. 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ്. ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ മകനായിട്ടുള്ള കുഞ്ഞാണ് മരണപ്പെട്ടത്. കുട്ടി കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയിലാണ് മരണം സംഭവിക്കുന്നത്. ഏതായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 28 ദിവസമായി ചികിത്സയിലായിരുന്ന കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 52-കാരി വേങ്ങര കണ്ണമംഗലം സ്വദേശി റംല എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവരും ചികിത്സയിലായിരുന്നു. ഈ ജൂലൈ 8-ാം തീയതിയാണ് ഇവർക്ക് ഈ രോഗലക്ഷണങ്ങളോടുകൂടി ഈ ചികിത്സ ആരംഭിക്കുന്നത്. പിന്നാലെ ആദ്യഘട്ടത്തിൽ വേങ്ങരയിലെയും തിരുവനങ്ങാടിയിലെയും സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. എന്നാൽ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിക്കുന്നത്. പിന്നാലെ ഈ കഴിഞ്ഞ 26-ന് ഛർദിയും പനിയും കൂടുതലായതിനെ തുടർന്നാണ് കൂടുതൽ ഇവർക്ക് ഈ അസ്വസ്ഥതകളൊക്കെ തന്നെ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത്. അങ്ങനെ ഇവരുടെ കബറടക്കം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 12 കേസുകളാണ് സംസ്ഥാനത്ത് ഒട്ടാകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞും അതുപോലെ 52 വയസ്സ് പ്രായമുള്ള ഒരാളുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ കണ്ണമംഗലം സ്വദേശി, വേങ്ങര കണ്ണമംഗലം സ്വദേശിയായിട്ടുള്ള നിലവിലിപ്പോൾ എത്ര ആളുകൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുണ്ട്? ഇവരുടെ ആരോഗ്യനില, ഈ സൂചിപ്പിച്ചതുപോലെ കുട്ടിയൊക്കെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? അമൃത, കുട്ടിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ചികിത്സയിലുള്ളവരിൽ ഏറ്റവും ഗുരുതരമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ്. കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അല്പം ഗൗരവമുള്ള ഒരു വിഷയം നിൽക്കുന്നത് അവിടെ കുഞ്ഞിൻ്റെ കാര്യത്തിലായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ കാര്യമൊക്കെ തന്നെ ചിലത് ഈ ഭേദപ്പെട്ടു വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും വലിയ ചികിത്സ, അത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ 2 മരണമുണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ വരുന്ന ശനിയും ഞായറും ഈ ദിവസങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഈ വീടുകളിലെ കിണറുകളിലൊക്കെ തന്നെ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനിടെയാണ് ഈ 2 മരണം ഉണ്ടായിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇന്നലെ രാത്രിയിലാണ് മരണം സംഭവിക്കുന്നത്. ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖിന്റെ മകനായിട്ടുള്ള 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വേങ്ങര കണ്ണമംഗലത്തുള്ള 52-കാരിയായിട്ടുള്ള റംല എന്ന് പറയുന്നത് അവരുടേതാണ്. അവർക്കും ഈ ഇതുപോലെ കഴിഞ്ഞ ജൂലൈ 8-ാം തീയതിയാണ് ഇവർക്ക് ഈ രോഗലക്ഷണങ്ങളും കൂടി ഇവരെ ചികിത്സയിൽ അല്ലെങ്കിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായിട്ടുള്ള ചികിത്സ ആരംഭിക്കുന്നത്. പിന്നാലെ ഈ വേങ്ങരയിലെയും തിരുവനങ്ങാടിയിലെയും സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവിടെ നിന്നും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 26-ാം തീയതിയാണ് രോഗം മൂർച്ഛിക്കുന്നത്. അങ്ങനെ പനിയും ഛർദിയുമാണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് അനുഭവപ്പെട്ടത്. പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചയോടുകൂടി ഇവരുടെ മരണവും സംഭവിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ 12 കേസുകളാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 8 കേസുകൾ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത്. അമൃത, ഏതായാലും ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്.